Matthew 9:30. അവൻ അവരുടെ കണ്ണുകളെ തൊട്ടുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. സഹോദരി, ദിസ് ഇസ് എ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഇൻ ഗോഡ്സ് വേർഡ്. നീ വിശ്വസിച്ചാൽ നിനക്കത് സംഭവിക്കും. നീ ഏത് മേഖലയിലായിക്കോട്ടെ, എന്ത് സാഹചര്യത്തിലും ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ ഒരു വചനമുണ്ടെങ്കിൽ നിനക്കത് സംഭവിക്കും വിശ്വസിച്ചാൽ. അതല്ലേ ആ സെഞ്ചൂറിയൻ പറഞ്ഞത്, ജസ്റ്റ് സെൻഡ് വൺ വേർഡ് ആൻഡ് മൈ സെർവൻറ്റ് വിൽ ബി ഹീൽഡ്. അറിയുന്നീ, ദൈവം അവൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പ്രശംസിച്ചു ഇല്ലേ? ഹി ഡിക്ലെയർഡ് ദാറ്റ് ഇത്രയും വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന്. എന്താണ്? ദൈവത്തിന് ചെയ്യുവാൻ കഴിവ് ഉണ്ട് എന്ന് നീ വിശ്വസിക്കണം. നാട്ടുകാരും വീട്ടുകാരും അല്ല, നീ സ്വന്തം ഹൃദയത്തോട് പറയണം, യെസ് ലോർഡ്, യു ക്യാൻ ഡു ഇറ്റ്. അറിയുന്നീ, അവർ പറഞ്ഞു, കർത്താവേ, നിനക്ക് ഞങ്ങൾക്ക് കാഴ്ച തരാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് വിശ്വസിച്ചനുസരിച്ച് നിനക്ക് സംഭവിക്കട്ടെ. സോ വി നീഡ് ടു ഗ്രോ ഇൻ ഫെയ്ത്ത്. അയ്യുന്നീ, നമ്മൾ ഒരു സൈഡിൽ പറയും, എന്താ ലൂക്കായുടെ സുവിശേഷം 1:37 ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല, അങ്ങനെ കുറേ പാട്ടൊക്കെ പാടും. പക്ഷെ നിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ സ്ഥലത്ത് മധ്യേ നീ വിശ്വസിക്കുമോ? വിശ്വസിച്ചനുസരിച്ച് ദൈവത്തിൽ ആശ്രയിക്കുമോ? സഹോദര, നീ അത് ചെയ്താൽ ആ സർവശക്തനായ ദൈവം വന്നിട്ട് നിന്നെ മാനിക്കും. He will honor your faith. Are you with me? This is what we need to practice faith. Hallelujah. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, the Lord raises those who are bowed down. അല്ലേ? അവർ പറയുന്നുണ്ട്, ദ ഹംബിൾ. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവൻ എന്നാ പറയുന്നത്, കുനിഞ്ഞിരിക്കുന്നവരെ ഉയർത്തുമെന്നാണ് പറയുന്നത്. കുനിഞ്ഞിരിക്കുന്ന കൂനുള്ളവരെ ഉയർത്തുമെന്നല്ല പറഞ്ഞത്. ഹു ആർ ഹംബിൾ. ഐ വിത്ത് മീ. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ പറയാണ്, ഹി മസ്റ്റ് ഇൻക്രീസ് ആൻഡ് ഐ മസ്റ്റ് ഡിക്രീസ്. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അതായിരിക്കണം നമ്മളുടെ മനോഭാവം. യേശു ആയിരിക്കണം എല്ലാം, ഞാൻ ഒന്നുമാകരുത്. ആ മനോഭാവമുള്ളപ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. എങ്ങനെയാണ് ഉയർത്തുന്നത്? എനിക്കിത് ചെയ്യാൻ പറ്റുകയില്ല, പക്ഷേ ദൈവമേ അങ്ങേക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജഷഫാദ് രാജാവ് എങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങിലേക്കാണ്. അതായിരിക്കണം നമ്മുടെ മനോഭാവം. സഹോദരി, ഞാൻ പറയുന്നത്, നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ മേഖലയിൽ വ്യക്തിപരമായ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുന്ന ഒറ്റ അവസ്ഥയേ ഉള്ളൂ. നമ്മളൊരു സഹോദരൻ പറയും, മൂക്കിൽ പഞ്ഞിയിട്ട് ആ ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ നിനക്ക് പ്രശ്നമൊന്നുമില്ല, നീ ഒരു പ്രശ്നമായി കഴിഞ്ഞു. എവിടെ കൊണ്ട് അടക്കും? അല്ലേ? പണ്ട് പലർക്കും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് അവരായിരുന്ന ആ സഭയിൽ നിന്ന് ഇറങ്ങാനുള്ള പ്രശ്നങ്ങൾ രണ്ടായിരുന്നു. ഒന്ന്, മരിച്ചാൽ എവിടെ കൊണ്ട് അടക്കും, മക്കളുടെ കല്യാണം എവിടെ നടക്കും. ഈ രണ്ടും അടക്കും നടക്കും, ഇത് രണ്ടുമായിരുന്നു പ്രശ്നം. പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ നടക്കാനായിട്ട് ഇഷ്ടം പോലെ സെമിത്തേരികളുണ്ട്. ഹലോ, കെട്ടാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുമുണ്ട്. ഹല്ലേലൂയ. അത് പോട്ടെ, ആ വിഷയം വേറെ. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാനും നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കും. സങ്കീർത്തനം ശ്രദ്ധ വായിക്കാം. സങ്കീർത്തനം 145:14. Psalm 145:14. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. ആമേൻ. വീഴുന്നവരെയൊക്കെ യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെ യഹോവ the Lord upholds all who fall and raises up all who are bowed down. എങ്ങനെയാണ് ഈ കുനിഞ്ഞിരിക്കുന്നവരെ എങ്ങനെയാണ് റേസ് ചെയ്യുന്നത്? നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു സത്യമുണ്ട്. ഹെബ്രായർക്കുള്ള ലേഖനം 1-3 പറയുന്നുണ്ട്, അവൻ അവൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ എല്ലാത്തിനെയും താങ്ങുകയാണ്. ഹി അപ്പോൾസ് ഓൾ തിങ്സ് ബൈ ദ വേർഡ് ഓഫ് ഹിസ് പവർ. ഒന്ന് വായിച്ചത് ഹീബ്രൂസ് 1:3. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും അവൻ്റെ യഥാർത്ഥ പ്രതിരൂപവും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ താങ്ങി നിർത്തുന്നവനുമാകുന്നു. അവൻ്റെ ശക്തിയുള്ള വചനത്താൽ, ബൈ ദ വേർഡ് ഓഫ് ഹിസ് പവർ, ഈ അപ്പോൾസ് ഓൾ തിങ്സ്. അയ്യുന്നീ, അപ്പോൾ എനിക്ക് കുനിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ മടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല, നിരാശയോടെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തിൻ്റെ കൂടെ താങ്ങുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലാണ്. അയ്യുന്നീ, ഈ കംഫർട്ട്, വി മസ്റ്റ് ഹാവ് ദിസ് കംഫർട്ട്. ഹല്ലേലൂയ. പിന്നെയും ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്ന വേറൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവൻ ദൈവത്തെ, ഹി ലവ്സ് ദ റൈച്ചസ്. നീതിമാനെ സ്നേഹിക്കുന്ന ദൈവമാണ്. നീതിമാൻ്റെ ഒരു അടയാളം എങ്ങനെയാണ്? നീ നീതിമാനാണോ എന്ന്. വാട്ട് he said is reasonably correct, but in a slightly different word.
ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, റോമാർക്കുള്ള ലേഖനം 1-ാമത്തെ വചനത്തിൽ 16 പറയുന്നുണ്ട്, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് വിശ്വസിക്കുന്നവർക്ക് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണെന്നും അത് യഹൂദർക്ക് ആദ്യവും വിജാതിയർക്ക് പിന്നെ അടുത്തതാണ്. ആ വചനത്തിലാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. In it the righteousness of God is revealed. പിന്നെ പറയുന്നുണ്ട് നീതിമാൻ്റെ വിശേഷം. നീതിമാൻ്റെ വിശേഷം അവൻ്റെ മുൻപിൽ ഹിസ് ഹോളിനെസ് ഉള്ളതുകൊണ്ടല്ല. ഹലോ, നീതിമാൻ്റെ വിശ്വാസം അവൻ്റെ മുമ്പിൽ ഹിസ് എമിനൻസ് ഉള്ളതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവൻ്റെ പേരിൻ്റെ മുമ്പിൽ ഹിസ് ഗ്രേസ് എന്നുള്ളതുകൊണ്ടല്ല. നീതിമാൻ ദൈവം അംഗീകരിക്കുന്ന നീതിമാനെക്കുറിച്ച് ദൈവം പറയുന്നതാണ് എന്താണ്? നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത്. ദ ജസ്റ്റ് ലിവ് ബൈ ഫെയ്ത്ത്. എന്നിലുള്ള ഫെയ്ത്ത് കെട്ടുകടയിലുള്ള ഫെയ്ത്താണോ? അല്ലോ, ഇങ്ങനെ ഓരോരുത്തരും വായിച്ച് കേൾപ്പിക്കുന്ന ചെറിയ ലേഖനത്തിലുള്ള വിശ്വാസമാണോ? എന്തിനുള്ള വിശ്വാസമാണ്? ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസം. അതാണ് നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലും ദൈവത്തിൻ്റെ ഉടമ്പടിയിലും വിശ്വസിച്ച് ജീവിക്കുന്നവനെയാണ് ദൈവം നീതിമാനായിട്ട് കരുതുന്നത്. ആ നീതിമാനെ ദൈവം എങ്ങനെയാണ് ചെയ്യുന്നത്? ഹി സേസ് ഐ ലവ് ദ റൈച്ചസ്. ദൈവം നീതിമാനെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ക്യാൻ യു ഇമാജിൻ, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ, അതിൻ്റെ അപ്പുറം വല്ലോ സ്നേഹം ഞാൻ തേടി പോണോ? ഹലോ, ഞാൻ വേറെ വല്ലോ സ്നേഹം തേടി പോണോ? വേറെ വല്ലവരുടെയും കാല് വെക്ക് നക്കി വല്ല സ്നേഹം തേടേണ്ട ആവശ്യമുണ്ടോ? നോ, ബിക്കോസ് മൈ ഗോഡ് ലവ്സ് മീ. സഹോദര, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയാൻ പറ്റുമെങ്കിൽ നിനക്ക് വേറെ ഒരു മേഖലയിലും നിനക്ക് ഭയമുണ്ടാകുകയില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നല്ലേ യോഹന്നാൻ്റെ ലേഖനത്തിൽ, പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഓൾ ഫിയർ. അല്ലേ? സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. ഇറ്റ് കാസ്റ്റ് ഔട്ട്, ഇറ്റ് ഡിസ്ട്രോയ്സ്, ഇറ്റ് ഓവർകംസ് ഫിയർ ബിക്കോസ് ഐ നോ ദ ലവ് ഓഫ് ഗോഡ്. പിന്നെ നമുക്കറിയാം റോമാർക്കുള്ള ലേഖനം 5-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ, അല്ലേ? എനിക്ക് യേശുവിലുള്ള പ്രത്യാശ എന്നെ നിരാശനാക്കുന്നില്ല. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ജ്ഞാനം പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ജ്ഞാനം എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അതുണ്ടെങ്കിൽ സഹോദര, നമ്മളുടെ ഒരു 99.99999% പ്രശ്നങ്ങൾ തീർന്നു. ഐ വിത്ത് മീ? 100% തന്നെ പറയാം. നോട്ട് 99. ഇറ്റ് ഇസ് 100% ഓഫ് യുവർ പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ബിക്കോസ് ഐ നോ ദർ ഇസ് എ ഗോഡ് ഹു ലവ്സ് മീ. ആ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഹീ ലവ്സ് ദ റൈച്ചസ്. ആ റൈച്ചസിനെ കുറിച്ച് ദൈവം എന്തുമാത്രം സ്നേഹിക്കുന്നത് സഹോദരൻ ഒന്ന് വായിച്ച് കേൾക്കണം. നിയമാവർത്തന പുസ്തകം 7-ാമത്തെ വചനം. ആ നീതിമാനെ ദൈവം സ്നേഹിച്ച് എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നതെന്ന് വായിക്കണം. നമ്മളെല്ലാം അനുഗ്രഹത്തിന് വേണ്ടി ഓടി നടക്കുന്നില്ലേ? ഹലോ, ഞാൻ പറയും പലപ്പോഴും ഉണ്ട് നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി അവിടെ പോവും, അല്ലേ? പണ്ട് നമ്മൾ മതത്തിൻ്റെ ബന്ധനത്തിലായിരുന്നപ്പോൾ അനുഗ്രഹത്തിന് വേണ്ടി എവിടെയൊക്കെ ഓടുമായിരുന്നു. ഹലോ, എവിടേക്ക് ഇവിടെ എല്ലാവരും ഓടിയിട്ടുണ്ടോ? 2 കൈ പൊക്കിയാലേ എണ്ണം തികയുള്ളൂ. പക്ഷേ സഹോദര, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ്. യേശുവാണ് എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടം. യേശു അല്ലാതെ വേറെ അനുഗ്രഹമില്ല. ഒന്ന് വായിച്ചേ, നിയമാവർത്തനം 7:12. നിങ്ങൾ ഈ വിധികൾ കേട്ടനുസരിച്ച് നടന്നാൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അനുഗ്രഹങ്ങളുടെ കൂടെ വ്യവസ്ഥയില്ലാതെ അനുഗ്രഹമില്ല സഹോദര. ഹലോ, വ്യവസ്ഥ പാലിച്ചാൽ അനുഗ്രഹം നിൻ്റെ അവകാശമാണ്. വായിച്ചേ. കാരണം നമുക്കറിയാം അവകാശത്തെക്കുറിച്ച്. ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. ഐ വിത്ത് മീ? യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, യേശുവിനെ ദൈവത്തെ സ്വീകരിച്ചവർക്കും അവനിൽ വിശ്വസിച്ചവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാനായിട്ടുള്ള അവകാശം. ഹി ഹാസ് ഗിവൺ ദം എ റൈറ്റ് ടു ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. അതുപോലെ അപ്പോൾ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആകുന്നത് വലിയൊരു അനുഗ്രഹമല്ലേ? ആ അനുഗ്രഹത്തിൻ്റെ വ്യവസ്ഥ എന്താ? ആസ് മെനി ആസ് ബിലീവ്ഡ് ഇൻ ഹിം, ആസ് മെനി ആസ് റിസീവ്ഡ് ഹിം, ഗോഡ് ഗേവ് ദം എ റൈറ്റ് ടു ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഈ സത്യം ഒന്ന് മനസ്സിലാക്കണം. അനുഗ്രഹത്തിൻ്റെ മുമ്പ് വ്യവസ്ഥയുണ്ട്. ഒന്ന് വായിച്ചേ ഒന്നും കൂടെ ആദ്യം മുതൽ. നിങ്ങൾ ഈ വിധികൾ കേട്ടനുസരിച്ച് നടന്നാൽ. ഈ വിധികൾ കേട്ട് അനുസരിച്ച് നടന്നാൽ. കേൾക്കണം, അനുസരിക്കണം, അതനുസരിച്ച് വേണം ജീവിതം.
എങ്കിൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ഉടമ്പടിയും ദയയും നിനക്കായി പാലിക്കും. ആ അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. ആ അവൻ നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കാലിക്കിടാങ്ങളെയും ആട്ടിൻകുട്ടികളെയും അനുഗ്രഹിക്കും. ആ നീ സകല ജനതകളിലും വെച്ച് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആമേൻ. വന്ധ്യതയുള്ള ആണും പെണ്ണും. ഓക്കേ, മതി മതി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദിസ് ഇസ് എൻ അനോയിൻറ്റിങ്. പാസ്റ്റർ രാജേഷ് പണ്ട് ഒരു ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ചപ്പോൾ ഇതിനൊരു അനോയിൻറ്റിങ് ഉണ്ട്, മിംഷാക്ക് അനോയിൻറ്റിങ് അല്ലേ? മിംഷാക്ക് അനോയിൻറ്റിങ്, ദാറ്റ് ഇസ് എൻ അനോയിൻറ്റിങ് ഓഫ് ഇൻക്രീസ്. ആൻഡ് അനോയിൻറ്റിങ് ഓഫ് ഇൻക്രീസ് അല്ലേ? എന്നാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുമ്പോൾ നിൻ്റെ സന്തോഷത്തിന് ഒരു ഇൻക്രീസ് ഉണ്ടാവും. ഹലോ, നിൻ്റെ സമാധാനത്തിന് ഒരു ഇൻക്രീസ് ഉണ്ടാവും, നിൻ്റെ സമ്പത്തിനൊരു ഇൻക്രീസ് ഉണ്ടാവും, നിൻ്റെ കഴിവുകൾക്കൊരു ഇൻക്രീസ് ഉണ്ടാവും. ബിക്കോസ് നമ്മൾ സേവിക്കുന്ന ദൈവം ഇസ് എ ഗോഡ് ഓഫ് ഇൻക്രീസ്. ഐ വിത്ത് മീ? ഒരു ഈസ് എ ഗോഡ് ഓഫ് ഇൻക്രീസ്. അപ്പോൾ നമ്മളുടെ ഏത് മേഖലയിലും ഒരു ഇൻക്രീസ് കൊണ്ടുവരുന്ന ദൈവമാണ്. എന്താണ് വ്യവസ്ഥ? യു മസ്റ്റ്, ഇങ്ങനെ തുടർന്ന് ഇറ്റ് ഷാൽ കം ടു പാസ് ബിക്കോസ് യു ലിസൺ ടു these judgments and keep and do them, that the Lord your God will keep with you the covenant and the mercy which is for to your fathers. നീ എൻ്റെ വചനം അനുസരിച്ച് അതനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഞാൻ എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ നിനക്ക് പ്രാപിക്കാൻ പറ്റും. സഹോദര, ഇത് പലരും ഉണ്ട് തെറ്റായി, ദൈവം സ്നേഹമാണ്, ദൈവം തീർച്ചയായിട്ടും ദൈവം സ്നേഹമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആ സ്നേഹിക്കുന്ന ദൈവത്തെ നീ സ്നേഹിക്കണോ? സ്നേഹം ഇസ് നോട്ട് വൺ സൈഡഡ്, സ്നേഹം ഇസ് ടു സൈഡഡ്. ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, നീ ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ നീ അവൻ്റെ കൽപ്പന പാലിക്കും. ഐ വിത്ത് മീ? അല്ലാതെ കൽപ്പന പാലിക്കാതെ നിനക്ക് ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയാൻ പറ്റുകയില്ല. പറയാൻ പറ്റും, അങ്ങനെയാണ്. നീ യോഹന്നാൻ 8:44 ഒരാളുണ്ട്, അവരുടെ കൂടെ ആയിരിക്കും. ഹലോ, 8:44 ആരാ ഉള്ളത്? പിശാചും അവൻ്റെ മക്കളും. കാരണം എന്താണ്? അവൻ നുണയനാണ്. പിശാചിൻ്റെ സ്വഭാവം എന്താ? നുണ. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ അല്ലേ, 3-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അവൻ ഔവയെ കളിപ്പിച്ചത് എന്താണ്? നുണ പറഞ്ഞ്. ഐ വിത്ത് മീ? ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നമുക്ക് 9-ാമത്തെ വചനത്തിലേക്ക് പോകാം. അതായത് Psalm 146:9. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷിക്കുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറച്ചു കളയുന്നു. അവിടെ 3 കാര്യങ്ങൾ പറയുകയാണ്. ഒന്നെന്താണ്? The Lord watches over the strangers. He relieves the fatherless and widow, but the way of the wicked he turns upside down. ഹലോ, Lord watches over the strangers. ഈ സ്ട്രേഞ്ചേഴ്സ് ആരാണ്? നമുക്ക് എഫിഷ്യൻസ് 2-ാമത്തെ അധ്യായം 19-ാമത്തെ വചനത്തിലേക്ക് പോകാം. അവിടെ വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, നൗ എന്ന് പറഞ്ഞേ, നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. therefore എന്ന് പറഞ്ഞാൽ എന്താ? ആകയാൽ. അപ്പോൾ ഇപ്പോൾ ആകയാൽ എന്താ പറയുന്നത്? യു ആർ നോ ലോങ്കർ സ്ട്രേഞ്ചേഴ്സ്. നോ ലോങ്കർ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നോ? യെസ്. അല്ലാതെ ഇത് അമേരിക്കയിൽ നിന്ന് വന്ന ഇവിടെ നടക്കുന്ന സായിപ്പല്ല സ്ട്രേഞ്ചർ. ഹലോ, അയാൾ കേരളത്തിന് സ്ട്രേഞ്ചറാ, പക്ഷെ സ്വർഗരാജ്യം ഈ ലോകം മുഴുവൻ വ്യാപരിക്കുന്നതാ. ഹലോ, ഐ വിത്ത് മീ? ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് അറിയാതെ യേശുവിനെ രക്ഷകനും നാഥനും അറിയാത്തവനാണ് സ്ട്രേഞ്ചർ, അന്യൻ. അതുകൊണ്ടാണ് നൗ therefore. ഈ therefore you have to go to the previous words. therefore എന്താണ്? 18-ാമത്തെ വചനം പറയുന്നുണ്ട്, ആൻഡ് ഹി കെയിം, 18-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്, for through him we both have access by one spirit to the Father. അവൻ വഴി, യേശു വഴി നമ്മൾക്ക് ഏവർക്കും, 2 കൂട്ടർക്കും, അതായത് യഹൂദനും വിജാതിയർക്കും ആത്മാവിനാൽ പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിവുണ്ട്. അങ്ങനെ യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ കുരിശു മരണത്താൽ നമ്മൾ ഇത്രയും നാൾ സ്ട്രേഞ്ചർ എന്താ? അന്യനായ എന്നെ ദൈവം സ്വന്തമാക്കുകയാണ്. അതുകൊണ്ടാണ് 19-ാമത്തെ വചനം പറയുന്നത് നൗ, ഇപ്പോൾ, therefore എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്തത്താൽ
We are no longer strangers or foreigners, but with the fellow saints, we are members of the household of God. ഒന്ന് വായിച്ചത്. ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല. ആകയാൽ നിങ്ങൾ ഇനി, അല്ലേ, ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. അപ്പോൾ മനസ്സിലാക്കണം, ദൈവം ഈ ലോകത്തിൽ ഈ മനുഷ്യരാശി മുഴുവൻ നോക്കുകയാണ്. ഹീ ഈസ് വാച്ചിങ് ഓവർ ദ സ്ട്രേഞ്ചേഴ്സ്. ഹീ വാണ്ട്സ് ദം ടു കം. വീട്ടിലേക്ക് വരാൻ. നമുക്കറിയാം ധൂർത്തപുത്രൻ എങ്ങനെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ വന്നു, അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വ്യക്തികളെ ദൈവം തേടി നോക്കുകയാണ്. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ദം ടു കം ബാക്ക്. അങ്ങനെ യേശുവിനെ ഞാൻ സ്വന്തമാക്കുകയാണെങ്കിൽ വി ആർ ദെയർഫോർ നൗ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. അത് പറയുന്നത് ഗോഡ് വാച്ചസ് ഓവർ ദ സ്ട്രേഞ്ചേഴ്സ്. കാരണം നമുക്കറിയാം, ആ ധൂർത്തപുത്രൻ്റെ അപ്പൻ വചനം വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അവൻ ആ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മിക്കവാറും അവിടെ ആ കസാരയിലിരുന്ന് ഇങ്ങനെ ചാരു കസാരയിലിരുന്ന് ഇങ്ങനെ നോക്കുകയായിരിക്കും അവരെപ്പോഴാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ദൈവം നോക്കുകയാണ്, അല്ലേ, അന്യരായിട്ട് ദൈവരാജ്യത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തികളെ ദൈവം കാത്തു നിൽക്കുകയാണ്. പിന്നെ ദൈവത്തിൻ്റെ വചനം പുറപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം അവിടെ പറയുന്നുണ്ട് അന്യരെക്കുറിച്ച്. പരദേശിയെ ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യരുത്, എന്തെന്നാൽ നിങ്ങൾ മിസ്രൈം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. ഇത് മോശയുടെ കാലത്തുള്ള ഒരു മിസ്രൈം ദേശവും ഒരു പരദേശിയെക്കുറിച്ചല്ല പറയുന്ന സഹോദര. ഇത് ഞാനും നീയും ഈജിപ്റ്റാകുന്ന ഈ ലോകത്തിൽ നമ്മൾ പരദേശികളായിരുന്നു. ഇന്ന് ഈ ലോകത്തിലുള്ളവരെ നമ്മൾ കാണുന്നത് വി മസ്റ്റ് സീ ദം വിത്ത് കമ്പാഷൻ. ഹലോ, അല്ലെങ്കിൽ ഇത് ചരിത്രമാകും. ഈജിപ്തിൽ നിന്ന് വന്ന കാലത്തെക്കുറിച്ച് പറയുകയാണ്, യു ഷാൽ നൈദർ മിസ്ട്രീറ്റ് എ സ്ട്രേഞ്ചർ നോർ ഒപ്രസും ഫോർ യു വെ സ്ട്രേഞ്ചേഴ്സ് ഇൻ ദ ലാൻഡ് ഓഫ് ഈജിപ്റ്റ്. അതോ ഓക്കെ, ദൈവം വചനത്തോട് ഇന്ന് പറയുന്നതാണ്, നീ ഈജിപ്റ്റാണ്, ഈ ലോകത്തിൽ നീ ഒരു പരദേശിയായിരുന്നു. യു ആർ എ സ്ട്രേഞ്ചർ. ഒരിക്കൽ എൻ്റെ ദയാൽ, അനുകമ്പയാൽ, കൃപയാൽ നീ ഇന്ന് ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗമായി. അതുകൊണ്ട് യേശുവിനെ അറിയാതെ ഈ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ യു ഷുഡ് നോട്ട് മിസ്ട്രീറ്റ് ദം. ഹലോ, യു ഷാൽ നോർ ഒപ്രസ് ദം. അവർക്ക് ബന്ധനം കൊടുക്കരുത്. കാരണം സാധാരണ ഒരു വിശ്വാസിയുടെ ഒരു ക്വാളിഫിക്കേഷനാണ്, ഒരാളെ കണ്ട അവൻ പോക്ക, ഹലോ, അല്ലേ, ഇവള് പോക്ക. ഈ പോക്കല്ല പറയേണ്ടത്, അവനെ വരുത്താൻ നോക്കണം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പല വ്യക്തികൾക്കും ഓരോരുത്തരെയും നോക്കിയിട്ട് അവൻ്റെ ആ അന്നത്തെ സാഹചര്യം നോക്കി, ഇവൻ മിക്കവാറും പോക്കാം. ആരാ പോക്കാന്ന് പറയാൻ നിനക്ക് അധികാരം തന്നത്? നീയാണോ അവനെ രക്ഷിച്ചത്? ഹലോ, പറയുന്നത് മനസ്സിലാകുന്നു സഹോദര. ഒരു വിശ്വാസിയുടെ വലിയൊരു ക്വാളിഫിക്കേഷനാണ് ഓരോരുത്തരും നോക്കിയിട്ട് ഇവള് പോക്കാ കേട്ടോ, അവളുടെ പോക്ക് ശരിയല്ല. ഹലോ, ഈ പോക്ക് ശരിയില്ലാത്ത പോക്കിലായിരുന്നു ഞാനും നീയും ഒരിക്കൽ. നിങ്ങൾക്ക് ഇടർച്ച വരുന്നുണ്ടോ ഈ പറഞ്ഞതുകൊണ്ട്? അതുകൊണ്ട് വചനം പറയാണ്, യു ഷുഡ് നോട്ട് ഒപ്രസ് എ സ്ട്രേഞ്ചർ ബിക്കോസ് യു ആർ എ സ്ട്രേഞ്ചർ വൺസ്. ആൻഡ് ദൈവത്തിൻ്റെ കൃപ, ദയ, അനുകമ്പയാൽ നീ ഇന്ന് രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് നീ അവരെ കണ്ടിട്ട് പറയണം, ദൈവമേ ഞാൻ നന്ദി പറയുന്നു, എന്നെ രക്ഷിച്ച് എനിക്ക് ആ സഹോദരനെ കൂടെ രക്ഷിക്കണം, ആ സത്യം അറിയിക്കണം. സോ യു മസ്റ്റ് ഓൾവേസ് ലുക്ക് അറ്റ് എ പേഴ്സൺ വിത്ത് കമ്പാഷൻ. യേശു ആ രോഗമൊക്കെ ആയി കണ്ടു വന്നവരെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിശന്ന് എൻ്റെ കൂടെ ഇരുന്നവരെ ഗോഡ് സെസ് ഹി ഹാഡ് കമ്പാഷൻ ഓൺ ദം. ഒരു ദയ, ഒരു യുവർ ഹാർട്ട് മസ്റ്റ് ഗോ ഔട്ട്. ഹലോ, അപ്പോൾ നമ്മൾ വി മസ്റ്റ് ദിസ് മസ്റ്റ് ബി എന്താ പറയുന്നത് ദ മോട്ടീവ് ഓഫ് ആ മിനിസ്ട്രി. നമുക്കറിയാം നമ്മളുടെ ശുശ്രൂഷ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയാണ്. അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. അല്ല, നമ്മളുടെ ശുശ്രൂഷ ഇങ്ങനെ കളക്ഷൻ ശുശ്രൂഷയൊന്നുമല്ല. ഹലോ, പൈസ കളക്ട് ചെയ്യുന്ന ശുശ്രൂഷയൊന്നുമല്ല നമ്മുടെ ശുശ്രൂഷ. ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ സൗജന്യമായി കിട്ടിയതുകൊണ്ട് സൗജന്യമായി കൊടുക്കുകയും അതുവഴി മക്കളെ തിരികെ ഭവനത്തിലേക്ക് കൊണ്ടുവരിക. ദാറ്റ് ഈസ് ദി ഓൺലി അജണ്ട ഓഫ് അവർ മിനിസ്ട്രി. പക്ഷെ അതിന് സഹോദര നമ്മൾ വിശ്വസത്തോടെ ചെയ്യണം. വി മസ്റ്റ് ബി ഫെയ്ത്ത്ഫുൾ ഇൻ ദിസ്. കാരണം എൻ്റെ ഒരു സങ്കല്പത്തിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയില്ല. ഐ വിത്ത് മീ ദാൻ ബ്രിങ്ങിങ് ദ ചിൽഡ്രൻ ഹോം. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഹി റിലീവ്സ് ദ ഫാദർലെസ് ആൻഡ് ദ വിഡോ.
അല്ലേ? നമുക്കറിയാം ദൈവം എന്നാ പറയുന്നത് അപ്പനെ അറിയാതെ നടക്കുന്ന വ്യക്തി, അല്ല അപ്പനില്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം എനിക്ക് നിങ്ങൾക്കും വലിയൊരു അനുഗ്രഹം തന്നിരിക്കുകയാണ്. നമുക്കറിയാം റോമാർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവം വചനം പറയുന്നുണ്ട്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം തന്നിരിക്കുന്നത്, പക്ഷേ എനിക്കിത് ഒരു പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ തന്നിട്ട് എനിക്ക് ആ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം പുലർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള കഴിവ് തരികയാണ്. ദാറ്റ് ഈസ് ഹീ ഈസ് ഗിവിങ് മീ എ ഫാദർ. പണ്ടൊരു ഫാദർ ഉണ്ടായിരുന്നു, പിശാച്. ഹലോ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഒരു വ്യക്തി ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം വേണ്ടേ? ചിലവർ പറയും അപ്പനാരാന്ന് അറിഞ്ഞുകൂടാ. ഹലോ, അതൊക്കെ വേറെ വിഷയം. പക്ഷേ നമുക്ക് ഫിസിക്കലായിട്ട് ഒരാളുണ്ടാവണമെന്നുണ്ടെങ്കിൽ അപ്പം വേണ്ടേ? ഹലോ, അതുപോലെ തന്നെ ആത്മീയ മേഖലയിലും ഒരു അപ്പം വേണം. പിന്നെ ഇത്രേ ഉള്ളൂ, ഒന്നെങ്കിൽ നിൻ്റെ അപ്പം പിശാചാണ്, അല്ലെങ്കിൽ നിൻ്റെ അപ്പം ദൈവമാണ്. അപ്പനില്ലാന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ റോമാർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ എനിക്ക് ദൈവം സൗജന്യമായി തന്ന് എന്നെ ദൈവത്തിൻ്റെ മകനും മകളുമാക്കി ആ ദൈവവുമായിട്ടൊരു ബന്ധം പുലർത്തി ആ ദൈവത്തെ എനിക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഒരു ധൈര്യവും കഴിവും തരികയാണ്. ദാറ്റ് ഇസ് വൈ ഹി സേസ് ഹി ഹസ് ഗിവൺ ദ ഫാദർലെസ്സിന് ഒരു ഫാദറാണെന്ന്. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം എന്നുണ്ട്, ആൻഡ് ദ വിഡോ. നമുക്ക് സങ്കീർത്തനം വായിക്കുകയാണെങ്കിൽ സങ്കീർത്തനം 68 5ഉം 6ഉം വചനങ്ങൾ വായിക്കാം. സാം 68 5 and 6. ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. അടുത്ത വചനം, ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ തടവുകാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് വാർക്കും. ആമേൻ. ഇവിടെയൊക്കെ കണ്ടീഷൻ പറയാണ്, അവനെ സ്നേഹിക്കുന്നവരെ അവനൊരു പിതാവാവും അവർക്ക്. അവൻ എന്നാ പറയുന്നത്, വിധവകൾക്ക് അവരെ സംരക്ഷിക്കുന്നവനാണ്. പിന്നെ ദൈവം പറയുന്നുണ്ട്, അത് എന്നാ ഒറ്റയ്ക്കുള്ളവരെ ഒരു ഭവനത്തിലാക്കും. ഭവനത്തിലാക്കും എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായി നോക്കേണ്ടത് ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളാവും. യു വിൽ ഹാവ് എ ഫാമിലി. പിന്നെയും ദൈവം പറയുകയാണ്, ഈ ബ്രിങ്സ് ദോസ് ഹു ആർ ബൗണ്ട് ഇൻ ടു പ്രോസ്പെരിറ്റി. ബന്ധുക്കൾക്ക് ഒരു എന്നാ പറയുന്നത് ഒരു സമൃദ്ധി കൊടുക്കും. പക്ഷേ അവനുമായിട്ട് മത്സരിക്കുന്നവനെ അവൻ എന്നാ തള്ളിക്കളയും. ഐ വിത്ത് മീ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവവുമായിട്ടൊരു സ്നേഹബന്ധം പുലർത്തണം. ദാറ്റ് ഈസ് വാട്ട് ഗോഡ് റിക്വയർസ് ഓഫ് ഈച്ച് വൺ ഓഫ് അസ്. പിന്നെയും അവസാനത്തെ ഒരു ഇത് നോക്കിയിട്ട് ബട്ട് ദ വേ ഓഫ് ദ വിക്കറ്റ് ഹി ടേൺസ് അപ്സൈഡ് ഡൗൺ. ദ വേ ഓഫ് ദ വിക്കറ്റ് ഹി ടേൺസ് അപ്സൈഡ് ഡൗൺ. നമ്മൾ നോക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു അപ്സൈഡ് ഡൗൺ ഉണ്ടോയെന്ന്. ഹലോ, നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ ബന്ധത്തിൽ എന്തെങ്കിലും കോട്ടം വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ സഹോദര, അത് ശരിയാക്കണം. വി ഹാവ് ടു റിപ്പയർ ദ ഡെഫിഷ്യൻസീസ്. അതുകൊണ്ടാണ് ഒരു വചനം കൂടെ കേട്ടിട്ട് സങ്കീർത്തനം 147 6-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? Psalm 147 verse 6. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. ആമേൻ. താഴ്മയുള്ളവരെ ഉയർത്തുന്നു, ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ ഒരു ഫേവർ, ദൈവത്തിൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ ദൈവത്തിന് മുമ്പിൽ താക്കണം. വി മസ്റ്റ് ഹംബിൾ ourselves. We must be able to confess, Lord, I can do nothing, but you can do all things. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടോ, I can do all things through Christ Jesus who strengthens me. അല്ലേ? എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? എന്നിലുള്ള ദൈവത്തിൻ്റെ ശക്തിയാൽ. അതുകൊണ്ട് നമ്മൾ ഏറ്റു പറയണം. എന്ത് പറഞ്ഞാലും സഹോദര, യു മസ്റ്റ് സേ ദൈവത്തിൻ്റെ കൃപയാണ്. ഹലോ, നല്ല സാരി ഇടുകൊണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയാണ് ആ സാരി വാങ്ങിക്കാനുള്ള കഴിവ് എന്നത്. നമ്മൾക്കുള്ളതെല്ലാം ദൈവം ദാനമായി തന്നതാണ്. അത് നമ്മൾ ഏറ്റുപറയാൻ തയ്യാറായിരിക്കണം. എന്തെങ്കിലും ഒരാൾ ഒരു നന്മ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പറയണം അത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന്. കാരണം ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ നമ്മളൊന്നുമല്ല. യു ആർ എ ബിഗ് സീറോ. ഐ വിത്ത് മീ. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തെ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ദൈവം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ എൻ്റെ നിങ്ങളുടെയും അവകാശമാണ്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ദൈവം എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ഉടമ്പടിയും അനുഗ്രഹങ്ങളൊക്കെ എൻ്റെ എന്താണ്? അവകാശം എന്ന് പറഞ്ഞ അവകാശം.
അവകാശം ഇസ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എങ്ങനെയാ? നമ്മൾ പിതാക്കന്മാരിൽ നിന്നല്ല ഇൻഹെറിറ്റൻസ് വരുന്നത്. ഹലോ, അതുപോലെ തന്നെ എബ്രഹാമും ഇസഹാക്കും യാക്കോബും ആകുന്ന നമ്മളുടെ പിതാക്കന്മാരുടെ അവകാശങ്ങൾ എൻ്റെയും നിങ്ങളുടെയും അവകാശമാണ്. എന്താണ് അത്? ഏത് ബിസിനസ്സാണ് അത്? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഉടമ്പടിയാണ് അവകാശം. ഉടമ്പടി ആണ് എൻ്റെ അവകാശം. ഐ വിത്ത് മീ. കാരണം വചനമാണ് അനുഗ്രഹം. ഹലോ, വചനമാണ് അനുഗ്രഹം. ആ അനുഗ്രഹത്തിൻ്റെ ഉറവിടം ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയാണ് എൻ്റെ അവകാശം. ദൈവം എബ്രാഹാമിനെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ അനുഗ്രഹിക്കും. കാരണം എന്താണ്? എബ്രാഹാമിൻ്റെ ഐ ആം എ ലീനിയൽ ഡിസെൻഡൻറ്റ് ഇൻ ദ ഫെയ്ത്ത് ഓഫ് എബ്രഹാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ആ ദൈവത്തെ നന്ദി പറഞ്ഞ് നമുക്ക് സ്തോത്രം ചെയ്യാം. ഫാദർ, വി താങ്ക് യു ലോർഡ്. ഓ ഹല്ലേലൂയ. അബ്ബാ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ സംസാരിച്ച ഓരോ വചനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ വചനം കേട്ട് ഇവിടെയുള്ള ഞങ്ങൾ എല്ലാവരെയും, ഇതിന്ന് വരാൻ പറ്റാത്തവരെയും ഈ സന്ദേശം ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, ഓഡിയോ, വീഡിയോ, റേഡിയോ മീഡിയം വഴി കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെ സ്പർശിക്കണമേ. അവരുടെ മേൽ ദയ, അനുകമ്പ, കൃപ ചൊരിയണമേ. പുത്രനായ ജീവനായ രക്ഷകനായ യേശുവിലേക്ക് അവരെ ആകർഷിക്കണമേ. അവരെ ആന്തരിക നേത്രങ്ങൾ തുറക്കണമേ. അവരിൽ വെളിപ്പെടാനുള്ള മഹിമ എന്താണെന്ന് അവർക്ക് ദർശിക്കത്തക്ക വിധം അവരെ സ്പർശിക്കണമേ. അവരുടെ വിളിയിലുള്ള ഹല്ലേലൂയ പ്രത്യാശ എന്താണെന്ന് അവർക്ക് അറിയത്തക്ക വിധം അവരെ സ്പർശിക്കണമേ. Father, we make this prayer in the most adorable and precious name of your beloved Son and our Lord and Master Jesus Christ. And God's precious people said, Amen.